Hello, welcome to market discussion of the day. Today, January 21st, 2026, Wednesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും, എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. സോ അതിനുശേഷം പ്രീ റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി 1-to-1 മീറ്റിങ്ങിലൂടെ പറഞ്ഞ് പോവുകയും ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എൻ്റെ നമ്പർ എടുത്ത് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്. സോ നമുക്ക് ഒരുപാട് ഫണ്ടമെൻ്റൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അല്ലേ. സോ നമുക്ക് അറിയാം, നമ്മൾ നേരത്തെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഗ്രീൻലാൻഡ് പ്രശ്നങ്ങൾ, ഇറാനായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെനൻസുല ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു പോയല്ലേ. മാർക്കറ്റ് ഓൾമോസ്റ്റ് 4000-ൽ നിന്ന് മാർക്കറ്റ് ഇന്ന് 4887 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ ഏകദേശം ഒരു 2 ക്യാൻഡിൽ മുന്നേ ആയിട്ട് ഓൾ ടൈം ഹൈ അടിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 അവർ ക്യാൻഡിലായിരുന്നു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 4887 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് എത്തി നിൽക്കുന്നു. ഇപ്പോൾ ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ. എങ്ങോട്ട് വേണമെങ്കിലും പോകാം, പക്ഷേ നമുക്ക് അറിയില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ബേസിക്കലി ഒരുപാട് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്, ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളിക്കാരൻ എല്ലാ വേൾഡ് ലീഡേഴ്സുമായിട്ടും മീറ്റിങ്ങിനും അതേപോലെ ചർച്ചയ്ക്കും എല്ലാം റെഡിയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഗ്രീൻലാൻഡ് പുള്ളിക്കാരന് വേണം എന്നുള്ളൊരു കാര്യമാണ് പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞു പോകുന്നത്. സോ അത് എങ്ങനെയായിത്തീരും? സോ ഗ്രീൻലാൻഡ് US എടുക്കുന്നതിലൂടെ നാറ്റോ എന്ന് പറയുന്ന ആ ഒരു ശക്തി ഇല്ലാണ്ടാവുകയാണ്, നാറ്റോ പിരിച്ചുവിടേണ്ടി വരും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നാറ്റോയിൽ എന്താ പറയുക, നമ്മുടെ US-ന് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കുറച്ചു കാലം മുന്നേ നാറ്റോയുടെ ഫുള്ള് എന്താ പറയുക സാമ്പത്തിക കാര്യങ്ങളെല്ലാം യൂറോപ്പ് ഒരു കൂടുതൽ മേജർ ഷെയർ ഇടണം എന്നൊക്കെയുള്ള വാർത്തയൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിൽ നാറ്റോയിൽ നിന്ന് US ഇറങ്ങാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കാൻ സാധ്യതകളുണ്ട്. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സെൻസിറ്റീവും ആയിട്ടുള്ള ന്യൂസുകളാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ എല്ലാ പ്രഷറും ഗോൾഡിലാണ്, ഈ എല്ലാ പ്രഷറും വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, US പ്രസിഡന്റ് യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിമാനം പെട്ടെന്ന് തിരിച്ച് എന്താ പറയുക ഇറക്കുകയുണ്ടായി. സോ അതൊരു ചെറിയൊരു മൈനറായിട്ടുള്ള ഇലക്ട്രിക്കൽ പ്രോബ്ലം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കറിയില്ല അതെന്താണ് പർട്ടിക്കുലർ റീസൺ എന്നുള്ളൊരു കാര്യം ഒന്നും നമുക്കറിയില്ല അല്ലേ. സോ ഇങ്ങനെയൊക്കെയുള്ള കുറേ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസിനും പ്രത്യേകിച്ച് വലിയ പ്രസക്തി ഒന്നും തന്നെ ഇല്ല. എന്നാലും ഞാൻ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. നമ്മളുടെ GBP ഇന്ന് CPIയുടെ ന്യൂസ് ഉണ്ടായിരുന്നു. സോ അത് ന്യൂസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് വൈകുന്നേരം 7 മണിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, പ്രസിഡന്റ് ട്രംപ് എന്താണ് പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നതെന്ന് ആർക്കും അറിയില്ല. സോ 7 മണിക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. പുള്ളിക്കാരൻ എന്തെങ്കിലും വിളിച്ച് പറയും, മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഓടാനായിട്ടുള്ള പോസിബിലിറ്റിയൊക്കെ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാൻ എന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് നമ്മുടെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടെ പറഞ്ഞ് നമ്മൾ വെറുതെ ഒരുപാട് കൺഫ്യൂസ്ഡായി വെറുതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ USD JPY തന്നെ പോവാം. സോ ഇന്ന് രാവിലെ എൻ്റെ എന്താ പറയുക, നമ്മുടെ
മെറ്റാട്രേഡർ ആപ്പിന് ചെറിയൊരു പ്രോബ്ലം പറ്റി, അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുന്നത്. സോ 157.90 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമ്മൾ ഇന്നലെ 158 അവിടെ അല്ലെങ്കിൽ 157.50 അവിടെയൊക്കെ ബൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഓൾമോസ്റ്റ് എത്രയാണ്, ഓൾമോസ്റ്റ് ഒരു 70 പിപ്സിൻ്റെ എങ്കിലും പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ പ്രോഫിറ്റ് എടുത്ത് മാറിയിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത ആൾക്കാർ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 158.20 നമുക്ക് പാർഷ്യലി നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതാണ്. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 159 റേഞ്ചിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം. ഓക്കെ, സോ എന്താ പറയുക, ഇനിയും നമുക്ക് 157.50 റേഞ്ചിൽ വീണ്ടും കിട്ടുകയാണെങ്കിൽ വീണ്ടും അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു രീതിയിൽ വീണ്ടും നമുക്ക് 157.50 റേഞ്ചിൽ നിന്ന് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 158 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് JPYയിലുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോയിൽ ട്രേഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ യൂറോയിൽ ട്രേഡൊന്നും എടുക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ യൂറോ USDയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോ യൂറോ USD 1.17130 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല യൂറോയിൽ, കാരണം ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ നമുക്ക് യൂറോയിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. രണ്ട് ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1800 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു സെല്ല് നമുക്ക് എടുത്തു പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 1.1500 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയും നമുക്ക് എടുത്ത് പോവുകയും ചെയ്യാം അല്ലേ. സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.3 ഒരു മിനിറ്റ്. സോ GBP ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓക്കെ, ഞാൻ എൻ്റെ ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യാത്തതാണോ അതോ വൈഫൈയുടെ കുഴപ്പമാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഓക്കെ, സോ 1.34368 നിൽക്കുന്നു. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച 1.3400 മുകളിലായിട്ട് പല ആൾക്കാരും ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ക്ലെമൻ കൗണ്ടിന് മുന്നേ ആയിട്ട് തന്നെ മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും മാറി നിൽക്കാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും മാറി നിന്നിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഒരു 50 പിപ്സിൻ്റെ ഒക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ അല്ലാത്ത ആൾക്കാർക്ക് ഓൾമോസ്റ്റ് 1.3490 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഉറപ്പായിട്ടും റെസിസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് പോവുകയും ചെയ്തു ഇന്നലെ അല്ലേ. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കഴിഞ്ഞ ആഴ്ച എടുത്ത പൊസിഷൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. പക്ഷേ ഇനി ബേസിക്കലി നമ്മളുടെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടും UK-ക്കെതിരെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം UK-യും US ചെയ്തത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ഗ്രീൻലാൻഡ് വിഷയത്തിൽ എന്നുള്ളൊരു കാര്യം പറഞ്ഞത് കൊണ്ടിട്ട് തന്നെ UK-ക്കെതിരെ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമുക്കൊരു ബെറ്റർ പ്രൈസ് GBPയിൽ കിട്ടും, GBPയിൽ USDയിൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.3200 1.3300 അടുത്തൊക്കെ നമുക്ക് GBP കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും GBPയിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അല്ലാത്ത പക്ഷം വീണ്ടും നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിക്കുന്ന 1.3400 മുകളിലാണ്. നാളെ രാവിലെ 1.3400 മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4862 വീണ്ടും കയറി. ഓക്കെ, സോ നമ്മളൊരു കറക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷേ കറക്ഷനൊക്കെ കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് വളരെയധികം ഡൗട്ടുണ്ട്.
ഓക്കെ. സോ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഗോൾഡ് എന്താ ചെയ്യേണ്ടതെന്ന്. ഒരു കാരണവശാലും സെല്ല് ചെയ്യാതിരിക്കുക. US മാർക്കറ്റ് ടൈമിങ്ങിൽ പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്പീച്ചിന് മുന്നേ ആയിട്ട് മാറി നിൽക്കും എന്ന് ഉറപ്പുള്ള എല്ലാ ആൾക്കാർക്കും വീണ്ടും നമുക്ക് 4830-35 റേഞ്ചിൻ്റെ ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് മാത്രമാണ് എനിക്കിന്ന് ഗോൾഡിനകത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ അല്ലാത്ത പക്ഷം നമുക്ക് നമ്മൾ 3980 നിന്ന് ഉള്ളൊരു ബൈ എൻട്രിയെക്കുറിച്ച്, ഒരു ലോങ്ങർ ടേം ബൈ എൻട്രിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്കറിയാവുന്ന 1-2 പേര് അവിടെ നിന്നുള്ള ഒരു ബൈ എൻട്രി എടുത്തിട്ടുണ്ട് 3980. അവരൊക്കെ നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ്, ഓക്കെ, മോർ ദാൻ ഈവൻ 0.1 ലോട്ടിൽ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് പോലും $1000, 0.01 ലോട്ടിലുള്ള ഒരാൾക്ക് പോലും $1000 പ്രോഫിറ്റും, 0.1 ലോട്ടിലുള്ള എടുത്തിട്ടുള്ള ഒരാൾക്ക് $10,000 പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് $10,000 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു എന്താ പറയുക ഭയങ്കര വലിയൊരു കാര്യം. ഓക്കെ. സോ എന്താ പറയുക 3980 എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പോയിന്റ്. ഓക്കെ. സോ ഇനി അത് എപ്പോൾ കിട്ടും എന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബ്രേക്ക് ആവണം എന്നുണ്ടെങ്കിൽ വേൾഡിൽ എന്തെങ്കിലും കാര്യം സംഭവിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു റഷ്യ-ഉക്രൈൻ വാറിനകത്ത് ഒരു ഭയങ്കര ഒരു അവസാനം ഉണ്ടായി എന്നൊക്കെയുള്ളൊരു ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ മാർക്കറ്റിൽ ഒരു സിറ്റുവേഷനും ഇല്ല മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ട്. പക്ഷേ ഉറപ്പായിട്ട് ഒരു കറക്ഷൻ ഉണ്ടാവും 4861. കാരണം മാർക്കറ്റ് 4330 റേഞ്ചിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച, ഈ തിങ്കളാഴ്ചയിൽ അതിൻ്റെ മുന്നത്തെ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തത്. 2 ആഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് 5000 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. സോ എവിടെയും സപ്പോർട്ട് ചെയ്യാതെ, റെസിസ്റ്റ് ചെയ്യാതെയാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഉറപ്പായിട്ടും അതുകൊണ്ടിട്ട് തന്നെ വീഴ്ച വലുതായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ബൈ സൈഡിൽ നിൽക്കാൻ പാടുള്ളൂ. പക്ഷേ ബൈ സൈഡിൽ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇട്ട് മാത്രം ബൈ സൈഡിൽ നിൽക്കണം. അല്ലാത്ത പക്ഷം സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കറൻസീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മോഡിറ്റീസിലോ ഒക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്, തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ ഗോൾഡിൽ തൊടാതിരിക്കുക. ഗോൾഡിനകത്ത് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്താൽ ഉറപ്പായിട്ടും കൈകൊള്ളും. ഗോൾഡിൽ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റി എനിക്കിന്ന് പറയാനായിട്ടുള്ള 4830 അവിടെ US സെഷൻ 7 മണിക്ക്, ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്ക് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. എന്താണെങ്കിലും നിങ്ങൾ 7 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.